നമസ്കാരം. എന്താണ് നാർസിസിസ്റ്റിക് അബ്യൂസ്? കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ മൊത്തമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നാർസിസിസ്റ്റിക് അബ്യൂസ് എന്ന് പറയുന്നത് ഒരാളുടെ ആത്മവിശ്വാസങ്ങൾ, വികാരം, തീരുമാനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കാൻ വേണ്ടി മറ്റൊരാൾ ഇമോഷണലി നിയന്ത്രിക്കുന്ന ഒരവസ്ഥയാണ് സൈക്കോളജിക്കൽ അബ്യൂസ് അല്ലെങ്കിൽ നാർസിസിസ്റ്റിക് അബ്യൂസ് എന്ന് പറയുന്നത്. അതായത് ഈ അബ്യൂസ് ഏൽക്കുന്ന ആളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അദ്ദേഹമാണ് എപ്പോഴും ശരി എന്ന് പറയുകയും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് നിങ്ങൾ കാരണമാണ് ഉണ്ടായത് എന്നും നിരന്തരം കൂടെ നിൽക്കുന്ന ആളെ തരം താഴ്ത്തി സംസാരിക്കുകയും അവർ ചെറുതാണ് അല്ലെങ്കിൽ അവരെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നൊരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നത് വഴി ഇയാളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇയാൾക്ക് പൊതുവേദിയിൽ പോയി സംസാരിക്കാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല, എല്ലാ പ്രശ്നങ്ങളും ഞാൻ കാരണമാണ് എന്നൊരു തോന്നൽ ഈ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാക്കുക. അതുപോലെ തന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് എല്ലാവിധ പ്രശംസകളും എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയും വേണം. കൂടാതെ ഇവരുടെ ഫാമിലി, ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾ, ഫോൺ, വസ്ത്രധാരണം എന്നിവയിലെല്ലാം ഇവരൊരു കൺട്രോൾ ഉണ്ടാക്കുകയും ഇവരുടെ ഇഷ്ടത്തിനൊന്നും നടക്കാത്തൊരവസ്ഥയിലോട്ട് എത്താറുണ്ട്. കൂടാതെ തന്നെ ഇവർക്ക് വേണ്ടപ്പെട്ടവരുടെ സർക്കിളിൽ നിന്നും ഇവരെ പതുക്കെ അവർ പിൻവലിക്കും. അതായത് അവരൊന്നും നിനക്ക് നല്ലത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു ഐഡിയ നിങ്ങൾക്ക് തന്ന് ഇമോഷണലി നിങ്ങളെ മെല്ലെ അവരിൽ നിന്നും പിൻവലിക്കാനും ഇവർ ശ്രമിക്കും. കൂടാതെ പെട്ടെന്ന് വളരെ സ്നേഹം പ്രകടമാക്കുക, സമ്മാനങ്ങൾ തരിക, അങ്ങനെ വളരെയധികം സ്നേഹിച്ച് പിന്നെ പെട്ടെന്ന് ചേഞ്ച് ആവാം, പെട്ടെന്ന് പരിഗണിക്കാതിരിക്കുക. അങ്ങനെ ഒരിക്കൽ നല്ല സ്നേഹത്തിലാണെങ്കിൽ പിറ്റേ ദിവസം ചിലപ്പോൾ അവർ ഒട്ടും നിങ്ങളെ പരിഗണിക്കാതിരിക്കുന്ന ഒരവസ്ഥയിൽ കൊണ്ടുവരാം. കൂടാതെ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് സംസാരിക്കാതെ മിണ്ടാതിരിക്കും. അപ്പോൾ അത് അപ്പുറത്തുള്ള ആൾക്ക് കൂടുതൽ ഹേർട്ട് ആവുകയാണ് ചെയ്യുക. അവർ വിചാരിക്കും ഞാൻ കാരണമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്, അങ്ങനെ ഒരു ചിന്ത ഇപ്പുറത്തുള്ള ആൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് അഫക്റ്റ് ചെയ്യുന്ന ആൾക്ക് അയാളുടെ കോൺഫിഡൻസ്, ഒരു മനസ്സമാധാനം, അവരുടെ ശാരീരികമായിട്ടുള്ളൊരു പീസ് അല്ലെങ്കിൽ ഒരു മെൻ്റൽ പീസ് അവർക്ക് നഷ്ടപ്പെടും. അവരൊന്നുമല്ല, ഒരാളില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല, അവരുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് കംപ്ലീറ്റ്ലി പോകുന്നൊരവസ്ഥയാണ്